ഇടവേളയ്ക്ക് ശേഷം ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ പുതിയ വാർത്ത വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാണ്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അഹ്താനി ദോഹയിൽ ഹമാസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. ഡോക്ടർ ഖലീൽ അൽ-ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധികളുമായാണ് ഖത്തർ പ്രധാനമന്ത്രി ചർച്ച നടത്തിയത്. മധ്യസ്ഥ ചർച്ചകളുടെ നിലവിലെ സ്ഥിതി, ഗസയിൽ വെടിനിർത്തൽ, ബന്ദി കൈമാറ്റത്തിനുള്ള വഴികൾ എന്നിവയാണ് ചർച്ച ചെയ്തത്. മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി കഴിഞ്ഞയാഴ്ച ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ദോഹയിലുണ്ടായിരുന്നു. നിലവിൽ ഗസ വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു. കൊടും ശൈത്യത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പ്രദേശം. വളരെ കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. റാഫയുടെ പടിഞ്ഞാറുള്ള തീരപ്രദേശമാണ് അൽമവാസി. ഇവിടേക്കാണ് കുടിയിറക്കപ്പെട്ട ആയിരക്കണക്കിന് പലസ്തീനികൾ അഭയം തേടിയിരിക്കുന്നത്. ക്യാമ്പിലെ വീടുകളിൽ താപനില ക്രമീകരിക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തത് നിരവധി കുഞ്ഞുങ്ങളുടെ ജീവനെടുത്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിനിടെ വടക്കൻ ഗസയിലെ ആശുപത്രികളിൽ അവസാനത്തേതും ഇസ്രായേൽ തകർത്തു. പരിമിതമായ സൗകര്യങ്ങളിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന കമാൽ അദ്വാൻ ആശുപത്രിയാണ് ഇസ്രായേൽ തകർത്തത്. ജനങ്ങളെ പൂർണ്ണമായി ഈ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണമെന്ന ആരോപണം ഉയരുന്നുണ്ട്. എന്നാൽ ഹമാസ് വീണ്ടും സംഘം ചേരുന്നത് തടയാനാണ് ആക്രമണം തുടരുന്നതെന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 50-ലേറെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആശുപത്രിയുടെ ഒരു ഭാഗം ഇസ്രായേൽ നേരത്തെ തന്നെ തകർത്തിരുന്നു. 3 മാസത്തിലേറെയായി ഇസ്രായേൽ സൈന്യം വളഞ്ഞുവെച്ച് ആക്രമണം നടത്തുന്ന വടക്കൻ ഗസയിലെ ജബാലിയ, ബെയ്ത്ത് ലാഹിയ, ബെയ്ത്ത് ഹനൂൻ എന്നീ പ്രദേശങ്ങളോട് ചേർന്നാണ് ആശുപത്രി പ്രവർത്തിച്ചിരുന്നത്. മേഖലയിൽ ഭാഗികമായെങ്കിലും പ്രവർത്തിച്ചിരുന്ന അൽ-ഔദ, അൽ-അദ്വാൻ ആശുപത്രികളും ഇതോടെ നാമാവശേഷമായി. നേരത്തെ വടക്കൻ ഗസയിലെ ഇന്തോനേഷ്യൻ ഹോസ്പിറ്റൽ ഇസ്രായേൽ സൈന്യം ബലമായി ഒഴിപ്പിച്ചിരുന്നു. പ്രദേശത്ത് ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ജബാലിയ, ബെയ്ത്ത് ലാഹിയ, ബെയ്ത്ത് ഹനൂൻ എന്നീ പട്ടണങ്ങളിൽ ബുൾഡോസർ ഉപയോഗിച്ച് 100 കണക്കിന് വീടുകളും കെട്ടിടങ്ങളും തകർത്ത ഇസ്രായേൽ സൈന്യം ഇവിടേക്ക് മരുന്നുകളും ഭക്ഷണപ്പൊതികളും വിതരണം ചെയ്യുന്നത് തടഞ്ഞിരിക്കുകയാണ്. കമൽ അദ്വാനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ കൊടും ക്രൂരതകൾ അതിൻ്റെ പുറത്തു വരുന്നു. ഇസ്രായേലി സൈന്യം 12 മണിക്കൂറിലധികം തണുപ്പത്ത് നഗ്നരാക്കി നിർത്തിയെന്ന് ആശുപത്രിയിലെ നഴ്സ് അൽ ജസീറയോട് പറഞ്ഞു. മുറിവേറ്റ രോഗികളെ ഉൾപ്പെടെ സൈന്യം മർദ്ദിച്ചു. പരിശോധനയ്ക്കായി ശിരോവസ്ത്രം അഴിക്കാൻ വിസമ്മതിച്ച സ്ത്രീകളുടെ മുഖത്തടിച്ചു. ടോയ്ലറ്റിൽ പോകാൻ അനുവദിച്ചില്ല. ഞങ്ങൾ അപമാനിക്കപ്പെട്ടു, ഞങ്ങൾ ക്ഷീണിതരാണെന്നും നഴ്സ് പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോകുന്ന സ്ഥലത്ത് എത്തുന്നതുവരെ തണുപ്പത്ത് 2 മണിക്കൂർ നടത്തിച്ചുവെന്ന് ആശുപത്രിയിൽ കഴിഞ്ഞ നഴ്സ് പറഞ്ഞു. ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോകൾ അവരെടുത്തു. അവർ ഞങ്ങളുടെ നേരെ തുപ്പി, ഞങ്ങളെ അപമാനിച്ചു. ഞങ്ങളെ വിട്ടയക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും നെഞ്ചിലും പിന്നിലും നമ്പർ രേഖപ്പെടുത്തിയെന്നും അവർ പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് നിർബന്ധിച്ച് ഒഴിപ്പിച്ച ശേഷം എല്ലാവരെയും അൽ ഫരി സ്ക്വയറിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും വേർതിരിച്ച് ശിരോവസ്ത്രം അഴിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് വഴങ്ങിയില്ലെന്നും ജീവനക്കാർ വ്യക്തമാക്കി. 400ഓളം പേരെയാണ് ആശുപത്രിയിൽ നിന്ന് പിടികൂടിയത്. തോക്കുകൾ കൊണ്ടടിക്കുകയും തണുപ്പത്ത് മണിക്കൂറുകൾ നിർത്തിയതായും ഇവർ പറഞ്ഞു. ഇതിൽ പരിക്കേറ്റവരും പ്രായമായവരും ഉണ്ട്. ബോംബാക്രമണത്തെ തുടർന്നുണ്ടായ തീ രോഗികൾ കഴിഞ്ഞിരുന്ന വാർഡിലേക്കും ഓപ്പറേഷൻ റൂമിലേക്കും ലബോറട്ടറിയിലേക്കുമെല്ലാം പടർന്നു. നിരവധി ജീവനക്കാരാണ് പൊള്ളലേറ്റ് മരിച്ചതെന്നും ഇവർ പറയുന്നു.